ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറിനെ മാധവം ആയുർവേദ ഹോസ്പിറ്റലിൽ എങ്ങനെ നോക്കിക്കാണുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അതിനെ നോക്കിക്കാണുന്നത് ഒരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ചിലൂടെയാണ്. എന്താണ് മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച്, അല്ലെങ്കിൽ ഇവിടെ എന്താണ് അതിൻ്റെ ആവശ്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ ഓട്ടിസം ബാധിച്ച കുട്ടിയും വ്യത്യസ്തരാണ്, അവരുടെ ആവശ്യങ്ങളും വ്യത്യസ്തമാണ്. അപ്പോൾ ഒരേ രീതിയിലുള്ളൊരു ചികിത്സാ സമ്പ്രദായം ഓട്ടിസം ചികിത്സയിൽ ഫലവത്താവില്ല എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ആയുർവേദ ചികിത്സ എന്ന് പറയുമ്പോൾ മേദ്യ ഔഷധങ്ങളും ഔഷധ പ്രയോഗങ്ങളും അതിനോടൊപ്പം തന്നെ പഞ്ചകർമ്മ ചികിത്സകളും അതിനോടൊപ്പം തന്നെ അനുബന്ധ ചികിത്സകളായ സ്പീച്ച് തെറാപ്പി, ഫിസിയോതെറാപ്പി, ഒക്കുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, യോഗ, മ്യൂസിക് തെറാപ്പി ഇവയെല്ലാം കൂടെ ചേർന്ന ഒരു ചികിത്സയാണ് മൾട്ടി ഡിസിപ്ലിനറി ലൈൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആയുർവേദ ഔഷധങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് മേദ്യ ഔഷധങ്ങൾ. ഇത്തരം മേദ്യ ഔഷധങ്ങൾ കുഞ്ഞിൻ്റെ ന്യൂറോ ഡെവലപ്മെൻറ്റിനും ഏകാഗ്രത, ബുദ്ധിശക്തി എന്നിവ വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്നു. അതിനോടൊപ്പം തന്നെ പഞ്ചകർമ്മ ചികിത്സകൾ ശരീരം ശുദ്ധീകരിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മളുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യുകയും ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ഇംപ്രൂവ് ചെയ്യുകയും ചെയ്യുന്നു. ഇതിനോടൊപ്പം നടത്തുന്ന സ്പീച്ച് തെറാപ്പി, ഒക്കുപേഷണൽ തെറാപ്പി, ബിഹേവിയർ തെറാപ്പി പോലുള്ള അനുബന്ധ ചികിത്സകൾ കുഞ്ഞിൻ്റെ വ്യക്തിഗത മികവുകളെ ഏറ്റവും മികവുറ്റുള്ളതാക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു മൾട്ടി ഡയമെൻഷണൽ ആയിട്ടുള്ള ചികിത്സകളിൽ കൂടി തന്നെ ധാരാളം കുട്ടികൾ തങ്ങളുടെ കുറവുകളെ മറികടക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കും കൺസൾട്ടേഷനുമായി മാധവം ആയുർവേദ ഹോസ്പിറ്റലുമായി ബന്ധപ്പെടുക. നന്ദി, നമസ്കാരം.